اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. നമ്മൾ കഴിഞ്ഞ ദിവസത്തോടെ ഈ 10 ക്ലാസ്സാണ് ഈ അജ്നാസ് സൂറക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. അജ്നാസ് സൂറ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്ത ക്ലാസ് അതിൻ്റെ ചെറിയൊരു റിവിഷൻ പറഞ്ഞിരുന്നു. നമ്മൾ ആ ക്ലാസ് കേട്ടിരുന്നോ? ജുമാന റെക്കോർഡ് കേട്ടിരുന്നോ? ഫൈസ കേട്ടിരുന്നോ? ഏതായാലും ഇത് നമുക്കൊരു എക്സാം നടത്തണം. ഇൻഷാ അല്ലാഹ്. മറ്റ് രണ്ടുപേരൊന്ന് വന്നിട്ടില്ലല്ലോ. എഴുത്തല്ല, ഞാൻ ചോദിക്കാന്നാ വിചാരിച്ചിരുന്നത്. ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് ചോദിക്കാം. സുലാസി മുജറദ് 5 ബാബുകളാണ്. കാണാം. ഫഅല യഫ്ഇലു, ഉദാഹരണം ലറബ യദ്രിബു. പിന്നെ രണ്ടാമത്തത് ഫഅല യഫ്ഉലു, ഉദാഹരണം നസറ യൻസുറു. 3 ഫഅല യഫ്അലു, ഉദാഹരണം ഫതഹ യഫ്തഹു. 4 ഫഇല യഫ്അലു, ഉദാഹരണം സമിഅ യസ്മഉ. 5 ഫഅഉല യഫ്ഉലു, ഉദാഹരണം കറുമ യക്റുമു. ഈ 5 ബാബാണ് സുലാസി മുജറദിൽ നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ ഒന്നുകൂടി ഒരു എക്സ്പ്ലനേഷൻ അജ്നാസുൽ കുബറയിൽ വരും, നമുക്ക് അവിടെ പറയാം. ഈ 5 എണ്ണമാണ് സുലാസി മുജറദ്. ഇതൊക്കെ അല്ലേ ഫൈസ? യെസ്. അത് നമ്മൾ പിന്നെ ഇങ്ങനെ അതിൻ്റെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ലറബ യദ്രിബു എന്നുള്ളത് യഫ്ഇലു ആണ്. നസറ യൻസുറു എന്നുള്ളത് ഫഅല യഫ്ഉലു ആണ്. ഫഹിമ യഫ്ഹമു എന്നുള്ളത് ഫഇല യഫ്അലു എന്നാണ്. ഹമല യഹ്മിലു ഫഅല യഫ്ഇലു. ലഇബ യൽഅബു ഫഇല യഫ്അലു. അങ്ങനെ ഓരോന്നും കാര്യങ്ങൾ പഠിക്കും. അടുത്ത നമ്മൾ സുലാസി മസീദ് ഫിഹിയിലേക്കാണ് കടന്നത്. അത് 14 ബാബുകളാണ്. സുലാസി മസീദ് ഫിഹി 14 ബാബാണ്. ഒന്ന് അഫ്അല യുഫ്ഇലു. മറ്റൊന്ന് യാസീൻ കൊണ്ടാക്കിയോ? അഫ്അല യുഫ്ഇലു അത് അക്രമ യുക്രിമു എന്നാണ്. ഉദാഹരണം അക്രമ യുക്രിമു. ഫഅല യുഫഇലു 2. അത് 4 അക്ഷരമുള്ളതാണ്. 3+1 സായിദ. സുലാസി മുജറദ് കൂടെ ഒരു സായിദ കൂടും സുലാസി കൂടെ. അപ്പോൾ അത് 3+1 4. അഫ്അല ഫഅല ഫഅല ഈ 3 എണ്ണമാണ് 4 അക്ഷരമുള്ളത്. ഉദാഹരണം ഖാത്തല. ഫഅലക്ക് ഉദാഹരണം ഖാത്തല. പിന്നെ 4 അക്ഷരം സായിദുള്ളത്, 5 അക്ഷരമുള്ളത് 3+2 സായിദയായ അക്ഷരങ്ങളും. 3 സുലാസി മുജറദിന്റെ രൂപം വരും. പിന്നെ 2 സായിദയായത് 5. അത് തഫഅല, ഉദാഹരണം തബഅദ. അതുപോലെ തഫഅല, ഉദാഹരണം തകസ്സറ. പിന്നെ ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല. ഇങ്ങനെ 5 എണ്ണം. അപ്പോൾ 4 അക്ഷരമുള്ളത് 3 എണ്ണവും 5 അക്ഷരമുള്ളത് 5 എണ്ണവും. 3 5 8ആയി. പിന്നെ 6 അക്ഷരമുള്ളത് 6 എണ്ണം. അതായത് 3+3 സായിദ. ഒന്ന് ഇസ്തഫഅല. പിന്നെ ഇഫ്ആല, അതുപോലെ ഇഫ്ഔഅല, ഇഫ്ഔവല, ഇഫ്അൻലല, ഇഫ്അൻല. ഇങ്ങനെ 6 എണ്ണം.
അപ്പോൾ മൊത്തം 14. മൂന്നക്ഷരമുള്ള സുലാസി മുജറദ് 5 എണ്ണം, സുലാസി മസീദ് ഫീഹി 14 എണ്ണം. അപ്പോൾ 14 5 19 അപ്പോൾ ഈ സുലാസി മസീദ് ഫീഹിയെ നമുക്ക് വേണമെങ്കിൽ 3 കാറ്റഗറി ആക്കാം. ഒരക്ഷരം സായിദുള്ളത് 3 എണ്ണം, 2 അക്ഷരം സായിദുള്ളത് 5 എണ്ണം, 3 അക്ഷരം സായിദുള്ളത് 6 എണ്ണം. ടോട്ടൽ 14. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഫൈസ, ജുമാന? ജസ്റ്റ് ഒന്ന് എഴുതിയ പെട്ടെന്ന് മനസ്സിലാവും. എഴുതി വെക്കണേ, ഓരോ ബാബിൻ്റെ പേരും എഴുതി വെച്ചാൽ പെട്ടെന്നാവും. പിന്നെ അതിന് നമ്മൾ കുറച്ച് അഭ്യാസങ്ങൾ പറഞ്ഞു. അതിൻ്റെ മുതാരി എങ്ങനെ വരിക, ഇതിൻ്റെ അടിയിൽ കുറേ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോന്നും ഏതൊക്കെയാണ് സായിദുള്ളത്, ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ കുറേ ഫീലുകൾ ഇവിടെ വന്നു. പിന്നെ അടുത്ത് നമ്മൾ റുബായി മുജറദിലേക്ക് കടന്നു. റുബായി മുജറദിലേക്ക് കടന്നപ്പോൾ അത് ഒറ്റ ബാബാണ്, ഫയലല്ല. അപ്പോൾ 14 5 19 1 20, 20. പിന്നെ റുബായി മസീദ് ഫീഹിയാണ്. അത് ഒരക്ഷരം സായിദുള്ളതുണ്ട്, 2 അക്ഷരം സായിദുള്ളത്. ഒരക്ഷരം സായിദുള്ളതും 2 അക്ഷരം സായിദുള്ളതും പാടെ കൂട്ടിയിട്ട് മൊത്തം 3 എണ്ണം. അപ്പോൾ 20 3 23. തഫായലല, ഇഫ് അൻ ലല, ഇഫ് അലല്ല, അങ്ങനെ 23. ഈ 23 ബാബുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. പുറമെ 2 ഫറഇയായ ബാബുകളും, തഫഅല ബാബിൻ്റെയും തഫാഅല ബാബിൽ നിന്നും മറിഞ്ഞു വരുന്ന 2. 23 2 25. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ടോട്ടൽ 25 എണ്ണം ഉണ്ട്. ഈ 25 എണ്ണവും നമുക്ക് പറയാൻ പറ്റണം. അതാണ് എക്സാമിൽ ഉണ്ടാവുക, മെയിൻ എക്സാമിന് കേട്ടോ. ഇപ്പം നമ്മൾ ഈ അന്ന് പറഞ്ഞത് ഈ ഭാഗമായിരുന്നു. ഫീലിനെ നമ്മളതിനെ വ്യത്യസ്ത തരമായി തിരിച്ചു, ഒരു 7 വിഭാഗമായിട്ട് തിരിച്ചു. അതൊന്ന് സഹീഹ്, മഹ്മൂസ്, മിസാല്, അജ്വഫ്, നാഖിസ്, ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മഖ്റൂന്, മുളാഅഫ്. സ്വഹീഹിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. സ്വഹീഹിലും അക്ഷരങ്ങളൊന്നും കളയില്ല, ഒക്കെ സ്ട്രോങ് ലെറ്റേഴ്സ് ആയിരിക്കും, പകരം വരൂല, അതന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. മറ്റ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളും ഹംസയും തലീഫും ഈ സംഗതികളിലൊക്കെ ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ചിലത് കളഞ്ഞു പോകും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ വലിയ കിതാബിൽ പഠിക്കും. അപ്പോൾ ഏതൊരു ഫീല് കണ്ടാലും നമുക്ക് ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. സ്വഹീഹിന് ഉദാഹരണം അതിൽ കൊടുത്തിട്ടുണ്ട് ലറബ കത്തബാണ്. ഇനി എവിടെ സ്വഹീഹ് കണ്ടാലും ഇത് പറയാൻ പറ്റണം. ഇല്ലത്തിൻ്റെയോ ഹംസയോ തദഈഫോ ഒന്നും ഇല്ലാത്തതാണ് സ്വഹീഹ്. സാലിം എന്നും പറയുന്നുണ്ട്, സാലിം എന്നും പറയും, രക്ഷപ്പെട്ടത്, ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, തൻഖസിമു എന്നൊരു ഫീല് കണ്ട അവിടെ നിങ്ങൾ? തൻഖസിമു കണ്ടോ? ഇഅ്ലം അന്നൽ അഫ്ആല തൻഖസിമു, അത് സ്വഹീഹാണോ മുഅ്തല്ലാണോ? തൻഖസിമു എന്നുള്ളത് സ്വഹീഹാണ് അല്ലേ? ഇൻഖസമ യൻഖസിമു എന്നാണ്. ഇൻഖസമ യൻഖസിമു. ഇഅ്ലം എന്നുള്ളത് സ്വഹീഹാണോ അല്ലാത്തതാണോ?
എന്താ ഫൈസ, ഈ ഇലം എന്നുള്ളത് എന്താ സ്വഹീഹാണോ ഇല്ലത്തുള്ളതാണോ? പറ ജുമാന. സ്വഹീഹാണത്. ഈ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ എന്ന ഭാഗം നോക്കണ്ട, അത് അംറിന് വേണ്ടി വന്നതാ. അത് അതിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ല. അപ്പോൾ അലിമ എന്നാണ്, അലിമ എന്നാണ് അതിൻ്റെ മാലി വരിക. അതിലെന്തില്ല, ഫാ ഫീലും ഐൻ ഫീലും ലാം ഫീലും സ്വഹീഹ് തന്നെയാണല്ലോ. അപ്പോൾ അത് സ്വഹീഹാണ്. സായിദയായിട്ട് ചിലപ്പോൾ അലിഫ് വരും, സായിദയായിട്ട് ചിലപ്പോൾ ചില ഭാഗത്ത് അത് കളഞ്ഞു പോകുന്ന സായിദ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അസ്ലിയായ ഫഅല എന്ന അല്ലെങ്കിൽ മുദാരി റുബായിൽ ദഹ്റജ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഫാ ഫീലും ഐൻ ഫീലും ലാം ഫീലും അത് സ്വഹീഹായ ലെറ്ററുകളാണോ എന്ന് നോക്കുക. സ്വഹീഹായ ലെറ്റർ ആണെങ്കിൽ ആ ഫീൽ സ്വഹീഹായിരിക്കും. സായിദയായ ഭാഗത്ത് ചിലപ്പോൾ അലിഫോ നൂനോ വാവോ ഒക്കെ വരും. അത് സ്വഹീഹിനെ ബാധിക്കൂല. കേണം ഫൈസ. അപ്പം സ്വഹീഹ്. മറ്റൊന്നാണ് മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്കത് മനസ്സിലാവണം, ഹംസയുള്ളത് എന്നർത്ഥം. ഹംസ ഉണ്ടാവും അതിൽ. ഫാ ഫീലിൻ്റെ സ്ഥാനത്തോ ഐൻ ഫീലിൻ്റെ സ്ഥാനത്തോ ലാം ഫീലിൻ്റെ സ്ഥാനത്തോ ഹംസ ഉണ്ടാവും. ആ മറ അത് ഫാ ഫീലിൻ്റെ സ്ഥാനത്ത് ഹംസ ഉണ്ട്. സ അല ഐൻ ഫീലിൻ്റെ സ്ഥാനത്ത് ഹംസ ഉണ്ട്. അതാണ് അത് മഹ്മൂസ് എന്നാണ് അതിന് പേര്. ഹംസ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വന്ന വേറൊരു പദമാണ് മഹ്മൂസ്, ഹംസയാക്കപ്പെട്ടത്, ഹംസയുള്ളത് എന്നൊക്കെ അർത്ഥം. പിന്നെ മിസാല് എന്ന് പറഞ്ഞാൽ വഅദയാണ് ഉദാഹരണം. നമ്മൾ ആലോചിച്ചു, വഅദ ഫാ ഫീലിൻ്റെ സ്ഥാനത്ത് വാവാണ്, വാവ് ലഈഫായ ലെറ്ററാണ്. അപ്പോൾ ഫാ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരം ലഈഫായ അക്ഷരം ഉള്ളതാണ് മിസാല്. വഅദ. അതുപോലെ യസറ, വലദ. ഫാ ഫീല് മുഅ്തലായത്. വഅദ യഈദു, വലദ യലിദു. ഇദതൻ ഫഹുവ വാഇദുൻ, വഉഇദ യൂഅദു ഇദതൻ ഫഹുവ മൗഊദുൻ. അൽ അംറു മിൻഹു ഇദ് വന്നഹ്യു ലാ തഈദ്. യസറ യയ്സിറു യസ്റൻ ഫഹുവ യാസിറുൻ, വയുസ്റ യുയ്സറു യസ്റൻ ഫഹുവ മൈസൂരുൻ. അൽ അംറു മിൻഹു ഈസിർ വന്നഹ്യു ലാ തൈസിർ. ഇത് സർഫാക്കി പറയാനുള്ള കാരണം അത് സർഫ് ചില വ്യത്യാസങ്ങൾ കാണുന്നില്ല നിങ്ങൾ. വഅദ യഈദു, ഒരു വാവ് പോയി. വാവിയാണെങ്കിൽ മുദാരി എഫ്ഇൽ വസനിക്ക് വരുമ്പോൾ വാവ് പോകും. അതാണത്. ഓക്കെ ആണോ? മിസാല് ഓക്കെ ആണോ? പിന്നെ അടുത്തതാണ് അജ്വഫ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥ മുള്ളു പൊള്ളയായതുകൊണ്ട്. അപ്പോൾ നടൂത്ത ലെറ്റർ. ഫാ ഫീലും ലാം ഫീലും സ്വഹീഹാണ്. ഐൻ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരം. ഖാല ഉണ്ടാവും. സർഫാക്കുന്ന കുറച്ച് രൂപം കാണിച്ചു. ഖാല യഖൂലു ഖൗലൻ ഫഹുവ ഖായിലുൻ വഖീല. അത് വ്യത്യാസമുണ്ട്. ഖീല യുഖാലു ഖൗലൻ ഫഹുവ മഖൂലുൻ. മഖ്ബൂലുൻ എന്നാണ് വേണ്ടത്. വാവ് ലഈഫ് ആയതുകൊണ്ട് കളഞ്ഞു പോയതാണ്. മഖൂലുൻ. അൽ അംറു മിൻഹു ഖുൽ വന്നഹിയു ലാ തഖുൽ. വബാഅ യബീഉ ബൈഅൻ ഫഹുവ ബായിഉൻ, വബീഅ യുബാഉ ബൈഅൻ ഫഹുവ മബീഉൻ. മബിയൂഉൻ എന്നാണ്. മബിയൂഉൻ, മൻസൂറുൻ, മഫ്ഊലുൻ ഒക്കെ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ യാ എന്നപ്പോൾ യാ ലഈഫാണ്, അങ്ങനെ കളഞ്ഞു പോയതാണ്. അൽ അംറു മിൻഹു ബിഅ വന്നഹിയു ലാ തബിഅ. ഇതാണ് അജ്വഫ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അവിടെ
പിന്നെയാണ് നാക്കിസ്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ദഅ, ഉദാഹരണം ലാം ഫീലും മുഴുത്തല്ലായിരുന്നു, ഫാവ് ഫീലും ഐൻ ഫീലും സഹീഹാണ്. ദഅ യദ്ഉ ദുആഅൻ ഫഹുവ ദാഇൻ, ദുഇയ യുദ്ആ ദുആഅൻ ഫഹുവ മദ്ഉഉൻ, അൽ അംറു മിൻഹു ഉദ്ഉ വന്നഹ്യു ലാ തദ്ഉ, വറമാ യർമി റംയൻ ഫഹുവ റാമിൻ, വറുമിയ യുർമാ റംയൻ ഫഹുവ മർമിയൻ, അൽ അംറു മിൻഹു ഇർമി വന്നഹ്യു ലാ തർമി. ലാം ഫീൽ മുഴുത്തല്ലായത്, ഫാവ് ഫീലും ഐൻ ഫീലും സഹീഹാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ലഫീഫ്, മഫ്റൂഖ്, വഖാ, വാവാണ് ഫാവ് ഫീലിൻ്റെ സ്ഥാനത്ത് വന്ന്, ഐൻ ഫീലിൻ്റെ സ്ഥാനത്ത് സ്വഹീഹ് വന്നു. അതുപോലെ ലാം ഫീലിൻ്റെ സ്ഥാനത്ത് അലിഫ് വന്നു. അജ്വഫിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അജ്വഫിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അജ്വഫ് പറഞ്ഞാൽ ഐൻഫീൽ മാത്രമേ ഇവിടെ മുഴുത്തല്ലായിരുന്നുള്ളൂ, ഇവിടെ ഐൻഫീൽ മാത്രം സ്വഹീഹ്, നേരെ ഓപ്പോസിറ്റ്. വഖായിഖി, ഇതിൽ മുങ്ങാരിയിൽ നിന്ന് വാവ് പോയി, കാരണം മിസാലിൻ്റെ ഒരു നിയമം ഇവിടെയും ബാധകമാണ്. യഫ്ഇൽ വസ്നിക്ക് വരുമ്പോൾ വാവിയിൽ നിന്ന് വാവ് പോവും. വഖായിഖി വിഖായത്തൻ ഫഹുവ വാഖിൻ വഉഖിയ യൂഖാ വിഖായത്തൻ ഫഹുവ മൗഖിയുൻ, അൽ അംറു മിൻഹു ഖി, അതിൻ്റെ അമ്രൊക്കെ ഒറ്റ അക്ഷരമുള്ളൂ, ഖി, വന്നഹ്യു ലാ തഖി. ഓക്കെ ആണോ? ലഫീഫ് മഫ്റൂഖ് ക്ലിയർ ആണോ? പിന്നെ നെഹ്വു, അത് ലഫീഫ് മക്റൂന്, അതായത് ഇതിൻ്റെ ഐൻ ഫീലും ലാം ഫീലും മുഴുത്തല്ലാണ്. മിസാലിൻ്റെ ഓപ്പോസിറ്റ്, മിസാലിൻ്റെ ഓപ്പോസിറ്റ്. മിസാൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് ഫാവ് ഫീലും മുഴുത്തല്ല, ഐൻ ഫീലും ലാം ഫീലും സ്വഹീഹ്. ഇവിടെ ഫാവ് ഫീൽ സ്വഹീഹ്, ഐൻ ഫീലും ലാം ഫീലും മുഴുത്തല്ല. ഖവിയ യഖ്വ ഖുവ്വതൻ ഫഹുവ ഖാവിൻ, വഖുവിയ യുഖ്വ ഖുവ്വതൻ ഫഹുവ മഖ്വിയുൻ, അൽ അംറു മിൻഹു ഇഖ്വ അന്നഹ്യു ലാ തഖ്വ. ലഫീഫ് മക്റൂൻ. മുലാഫ് നോക്ക് നിങ്ങൾ, മദ്ദ, ഐൻ ഫീലും ലാം ഫീലും ഒരേ അക്ഷരമായിട്ട് വരിക. മദ്ദ, മദ്ദ യമുദ്ദു മദ്ദൻ ഫഹുവ മാദ്ദുൻ വമുദ്ദ യുമദ്ദു മദ്ദൻ ഫഹുവ മംദൂദുൻ, അൽ അംറു മിൻഹു മുദ്ദ വന്നഹ്യു ലാ തമുദ്ദ. ഇദ്ഗാം അഴിച്ചിട്ട് ഉംദുദ് എന്നും പറയാം, മുദ്ദക്ക് ഉംദുദ് എന്ന് പറയാം. ഫറ യഫിറു ഫറൻ ഫഹുവ ഫാറുൻ വഫുറ യുഫറു ഫറൻ ഫഹുവ മഫ്റൂറുൻ, അൽ അംറു മിൻഹു ഫിറ വന്നഹ്യു ലാ തഫിറ. ഫഖുൽ ഇദ്ഗാമി, ഇദ്ഗാം അഴിച്ചിട്ട് ഇഫ്രിർ എന്ന് പറയും. ഇത്രയുമാണ് അജ്നാസ് സൂറയിലുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? നോക്കല്ലേ? യെസ്, കാശിഫ പറയണം കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ച ലാസ്റ്റ് ഭാഗത്തു നിന്നുള്ളത് മതി, മറ്റേത് നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവണ്ട. നമുക്കൊരു ദിവസം പരീക്ഷയ്ക്ക് പറയാം, എല്ലാവരും പാടുള്ള ഒരു ദിവസം. അവസാനം പറഞ്ഞ സ്വഹീഹ്, മഹ്മൂസ്, മിസാല്, അജ്വഫ് എന്നൊക്കെ പറഞ്ഞല്ലേ,
അതിൽ ഈ പേജിൽ നിന്ന് എല്ലാത്തിനും ഒരു ഉദാഹരണം പറയാം. ഉള്ളത് പറഞ്ഞായിട്ടോ, ചിലതിനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉള്ളതിന് പറയാം. കാല എന്തിനുള്ള ഉദാഹരണമാണ്? ഓക്കെ. പിന്നെ ഇത് ഉസ്തുലുഇഫു അതെന്തിനുള്ളതാണ്? മഹ്മൂസ. ഇസ്തഫ്അല എന്നാണ്. ഇസ്തക്ബറ, ഇസ്തളഅഫ അതിന്റെ മജൂലാണ് ഉസ്തുലുഇഫ. അത് ഫാ ഫീലും മൈൻ ഫീലും ലാം ഫീലിന്റെ സ്ഥാനത്ത് ഹംസ ഉണ്ടോ? ഫാ ഫീലിന്റെയും മൈൻ ഫീലിന്റെയും ഇസ്തഫ്അല അത് മഹ്മൂസ. ഇസ്തഫ്അല അപ്പൊ സ്വഹീഹാണ്. ഇസ്തളഅഫ അതിന്റെ മജ്ഹൂലാണ് ഉസ്തുലുഇഫു. ഉസ്തുലുഇഫ ഉസ്തുലുഇഫ ഉസ്തുലുഇഫു അങ്ങനെ വരിക. ഇസ്തക്ബറ ഇസ്തക്ബറ ഇസ്തക്ബറു. അതേതാ? സ്വഹീഹാണോ മഹ്മൂസാണോ മിസാലാണോ? ഏതാണ്? ഇസ്തക്ബറ. ഇസ്തക്ബറ സ്വഹീഹ്. ഓക്കെ. പിന്നെ അടുത്ത് പറ. സ്വദദിന അതേതാ? ഓക്കെ. സ്വദദിന സ്വദ്ദ എന്നാണ്. സ്വദ്ദ സ്വദ്ദ സ്വദ്ദു മദ്ദ എന്ന് പറഞ്ഞ നമ്മൾ ഇതുപോലെ സ്വദ്ദ സ്വദ്ദ സ്വദ്ദു സ്വദ്ദത്ത് സ്വദ്ദ. എല്ലാം ശ്രദ്ധിക്കണം കേട്ടാ. ഫൈസ, ജുമാന ഇത് ശ്രദ്ധിക്കണം. അടുത്തത് നിങ്ങളാ പറയേണ്ടത്. അടുത്ത പേജ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരിക. ഇത് ശ്രദ്ധിച്ചാൽ കുറേ ഉത്തരങ്ങൾ കിട്ടും. പിന്നെ എന്താണത്? എന്താ? മഹ്മൂസ്. ഓക്കെ ഓക്കെ. മഹ്മൂസും ആണ്. പിന്നെന്തുവാണ്? ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത് പറഞ്ഞോ. മക്റൂന്ന് എങ്ങനെ ഫീലാണ്? മക്റൂ ഫഅലു എന്ന് പറഞ്ഞിട്ടൊരു ഫീൽ ഉണ്ടോ? ഫഅലു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏത്? അതേതാ? മഹ്മൂസ്. ഓക്കെ. യെസ്, വെരി ഗുഡ്. പിന്നെ ഏതാണ്? നക്ഫുറ. ഓക്കെ. അതേതാ? ഓക്കെ. പിന്നെ പിന്നെ വ അസറു. വ അസറ അസറ അസറു അതേതാ? മഹ്മൂസ് എങ്ങനെ വരുന്നേ? മുലാഫാണത്. സറന്നല്ലേ? ഫഅല എന്നുള്ള സ്ഥാനത്ത് നോക്കണ്ട നമ്മള്. ഫഅല എന്ന
അതിൻ്റെ സ്ഥാനത്താണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ടത്. ഫഅലൻ്റെ സ്ഥാനത്ത് സറ എന്നാണ് വന്നിരിക്കുന്നത്. അസറ എന്നുള്ളത് ഇഫ്ആലൻ ബാബ് ആയതുകൊണ്ട് എന്ത് ചെയ്താണ് ഒന്നാണ് അസറ. ഓക്കെ, പിന്നെ അത് മുലാഫാണ് കേട്ടോ. യുജ്സൗന എന്നുള്ളത് എന്താ? യുജ്സൗന ഇത് ജസാ എന്നാണ് അതിൻ്റെ ഫീല്. ജസാ യജ്സി, അജ്സാ യുജ്സി. ജസാ ഏതാ? നാക്കിസ്. ഓക്കെ, നാക്കിസ്. യെസ്. ഇല്ല, പറ. എന്താണ് എന്നുള്ളത്? എന്താ? മഹ്മൂസും നാക്കിസും. ഓക്കെ, ഇനി ഒന്നും കൂടി പറഞ്ഞാൽ മതി. പറയില്ലെങ്കിൽ ഞാൻ പറയും. ആമന. ആമന എന്താ? യെസ്, വെരി ഗുഡ്. ക്ലിയർ ആട്ടോ? യെസ്. ഇനി ഫൈസ. ഈ പേജിൽ നിന്ന് ഒരു 10 ഫീലുകൾ പറയാം. പറഞ്ഞോ. പൈസ എവിടെ? ഇത് പറയാത്ത? എവിടെ? പറയുന്നില്ലേ? എന്നാ ജുമാന പറ. ഈ പേജിൽ നിന്ന് ഒരു 10 എണ്ണം പറയണം. കാനു എന്താ? യെസ്, കാനു ജൂഫ്. പിന്നെ അക്സറു എന്നുള്ളത് എന്താ? ഇസ്മാണത്. വലമു എന്താ? ഏതിന്റെ നാക്കിസ്? പിന്നെ
ലലമ ലലമ ലലമു ലലമ എന്താ? അതാണ്. ഓക്കെ, സഹീഹ്. പിന്നെ ഏതാണ്? എവിടെ? ഏത് വരില്ല? അതുണ്ടല്ലേ. ഓക്കെ. ദാക്ക എന്നാണ് പേര്. ദാക്ക. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മൂന്നായി. പറഞ്ഞോ. കഫറു എന്താണ്? യെസ്. പിന്നെ പിന്നെ ആത്തൈനാഹും. അതെന്താ? യെസ്, വെരി ഗുഡ്. പിന്നെ മഹ്മൂസും നാക്കിസും ആണ്. ആത്താന്നല്ലേ ലാസ്റ്റ്. പിന്നെ കദ്ദബ എന്താ? കദ്ദബ ശരിക്കും ശ്രദ്ധിക്കണേ. ഷെദ്ദുള്ളതൊക്കെ മുലാഫും എന്ന് പറയാൻ നിൽക്കണ്ട. കദ്ദബ. ഫഅല. ഏ കദ്ദബ, കദ്ദബു എന്താ വരിക? അജു അപ്പം ഇങ്ങനെ അയിൻഫീൽ മൂത്തല്ല ഇവിടെ അതിന്റെ. ആ അല്ലല്ലല്ല, കദ്ദബ എന്ന് പറഞ്ഞാൽ അത് ഫഅല വസനാണ്. സ്വഹീഹ്. ഓക്കെ. പിന്നെ പിന്നെ അതേതാ? 10 മിനിറ്റ്. കാമയക്കൂം എന്താ? കാമ. അജൂഫ്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇതിട്ടോ അഇലു എന്നാണ്. അഇലു വഅല യഇലു വഅല യഇലു വഅല എന്നാണ് പേര് കേട്ടോ. വഅല ഏതാ? വഅല എന്നെങ്ങനെ സ്വഹീഹ? ആ വഅല എന്നുള്ളതിൽ ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടോ? എവിടെ? ഏതക്ഷരം ഇല്ലത്തിന്റെ അക്ഷരം? ഫാഫിൽ. ഫാഫിൽ. ഫാഫിൽ ഇല്ലത്തിന്റെ അക്ഷരം. അതിന്റെ പേരെന്താ? മിസാല്. അതാണ് മിസാല് കേട്ടോ. സഅൽതു. ഇതെന്താ? സഅൽതു. സഅല. 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 അതില് ഹംസ അല്ലേ? ഹംസ ഉണ്ടാവുമ്പോ എന്താ? യെസ്, മതി.
ഫൈസ എവിടെ? ഫൈസ പറ, ഈ പേജിൽ ഫൈസ പറയൂ. ആ ഏതാണത്? മഹ്മൂസ്. പിന്നെ ഒന്നുകൂടി പറയാം. ആ യുഈദു എവിടെ? എവിടെ? ഓക്കെ ഓക്കെ. അതേതാ? ആദ. ആദാന്ന് ആദ യഊദു. ആദാണ്. ആദാന്ന ഫീൽ വരിക. മഹ്മൂസ് എവിടെ? ഐനല്ലേ അത്? ആദ. അജോഫ്. ഓക്കെ. പിന്നെ ലലൽത്തു എന്താ? ലലൽത്തു എങ്ങനെ ചെയ്യാവണ്? ലല്ലാന്നല്ലേ? ലല്ല. അപ്പൊ എന്താ? ഇത് നോക്കണേ. ഏത്? യൂഹി. എന്താ? ഇടക്ക് അടുപ്പിച്ചിട്ടല്ലല്ലോ. മക്രൂനാണോ? മക്രൂനല്ല. മക്രൂനാകുമ്പോ രണ്ടെണ്ണം അടുപ്പിച്ചു വരണ്ടേ? രണ്ടെണ്ണം അടുപ്പിച്ചിട്ടില്ലല്ലോ. മഫ്രൂഖ്. ലഫീഫ് മഫ്രൂഖ് കേട്ടാ. കാശിഫ ലഫീഫ് മഫ്രൂഖ്. ഔഹാന്ന വരിക. ഔഹാ യൂഹി. ലഫീഫ് മഫ്രൂഖ്. പിന്നെ ഇഹ്തദൈത്തു എന്താ? ഇത് ഇഹ്തദാ. ഹദാ എന്നാണ് പേര്. ഹദാ. ഒരാൾക്കാണത്. നാക്കിസ്. പിന്നെ ഓക്കെ. ഫൗത്തോ? അതെന്താ ഫൗത്ത് എങ്ങനെ ഫീൽ വരുന്നത്? തറ. തറ എന്താ? എന്നാണ് ഫീൽ. എന്താണ്? പിന്നെ ഉഖീദു. ഉഖീദ. അഖദ ഉഖീദ. അത് പറ. യെസ്, വെരി ഗുഡ്. പിന്നെ കഫറു. ആമന്ന പറ. ആമന്ന. മഹ്മൂസ്. പിന്നെ ഇതോ? യഖ്ദിഫൂൻ. യഖ്ദിഫൂന. ഖദഫ യഖ്ദിഫു. സഹീഹ്. യെസ്. പിന്നെ ഇത് യസ്തഹൂൻ. ഇസ്തഹാ യസ്തഹി. ഷഹാനം. നാക്കിസ്.
യെസ് യെസ് യെസ്. യസീദു, സാദ യസീദു. അതുണ്ടാവും. അതേത് ഏതാണ് സാദ യസീദു? എന്താ? ജോഫ്. യെസ്. പിന്നെ ഇതെന്തായിരിക്കും ലാസ്റ്റത്തെ? അതേതാ? അതെന്താ, എന്താണ്? യഫ്തഹ്. യഫ്തഹു. യഫ്തഹു. സഹീഹ്. ഇത് ഞാൻ ലാസ്റ്റ് അടി വരട്ടത്. ഫഅന്നാ തുഫകൂൻ. തുഫകൂൻ. അതുകൂടി പറഞ്ഞാലേ എങ്ങനെ വരിക? അത് തുഫ്അലൂൻ. തുഫ്അലൂൻ. അതിന്റെ ആ ഫീൽ അയിൻ ഫീൽ ലാംഫിന്റെ സ്ഥാനത്ത് ഏതൊക്കെ അക്ഷരം വന്നത് നോക്കൂ. ഏ അല്ല, അല്ലേ ഹംസല്ലേ ഇല്ലേ? ഹംസൻ. ഹംസന്റെ അമ്മ. മറക്കരുത് അത്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് പറയണം കേട്ടോ. ഓക്കെ അല്ലേ? ജുമാന ക്ലിയർ അല്ലേ?